KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറും. പുതിയ അധ്യക്ഷനായി ആന്റോ ആന്റണിയുടെയും റോജി എം ജോണിന്റെയും പേരുകൾക്കാണ് മുഖ്യ പരിഗണന. AICC വിശാല സമ്മേളനത്തിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, ഏതായാലും KPCCയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ വെളിയിലേക്ക് വരുന്നത്. കെ സുധാകരൻ മാറും എന്നുള്ള വാർത്തകൾ. ഇതിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? എന്തെങ്കിലും അതൃപ്തികൾ കെ സുധാകരനുണ്ടോ? എന്താണ് പുറത്തു വരുന്ന വാർത്തകൾ? ഗുഡ് മോർണിംഗ് ലക്ഷ്മി. KPCC അധ്യക്ഷന്റെ മാറ്റം കുറച്ചു കാലമായി കേരളത്തിലും അതേപോലെ തന്നെ കേന്ദ്ര ഹൈക്കമാൻഡിലും ചർച്ചയായിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 3 മാസമായിട്ട് ഇത് സംബന്ധിച്ച ചർച്ചകൾ UDF ഘടകകക്ഷികളോടൊപ്പം നടത്തിയതാണ് കേരളത്തിനെ ചുമതല AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ഇപ്പോൾ കെ സുധാകരൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത്തരമൊരു മാറ്റമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം തന്നെ അപമാനിച്ച് പുറത്താക്കരുതെന്നായിരുന്നു നേരത്തെ കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ, കോൺഗ്രസിൻ്റെ AICCയുടെ പരമോന്നത സമിതിയായ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കും എന്ന വാഗ്ദാനമാണ് AICC നേതൃത്വം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തും ക്രിസ്ത്യൻ സമുദായം BJPയിലേക്ക് ഒഴുകുന്നൊരവസ്ഥയാണുള്ളത്. വഖഫ് ബില്ല് അടക്കമുള്ള കാലഘട്ടത്തിൽ. അതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി, അത് കൃത്യം പക്ഷം വളരെ അടുത്തു നിൽക്കുന്ന വ്യക്തികളുടെ പേരുകളാണ് ഒടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത്. അതിൽ മുൻതൂക്കമുള്ളത് ആന്റോ ആന്റണിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്കമാലി MLA റോജി എം ജോണാണ്. യുവത്വത്തിനാണ് മുൻതൂക്കമെങ്കിൽ റോജി എം ജോണിനായിരിക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ബിഷപ്പുമാരുടെയും കത്തോലിക്ക സഭയുടെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെയും പിന്തുണ ഉള്ളത് ആന്റോ ആന്റണിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആന്റോ ആന്റണിയുടെ പേര് ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെടും. അതുപോലെ തന്നെ 11 DCCകളിലെ പുനഃസംഘടനയുണ്ട്. മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ, ഈ 3 DCCകൾ ഒഴിച്ചുള്ള DCCകളിലാണ് ഇപ്പോൾ DCC അധ്യക്ഷന്മാരെ ഉടനടി മാറ്റുന്നത്. മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ മലപ്പുറത്തെ DCC പ്രസിഡന്റ് നിലമ്പൂർ മത്സരിക്കുകയാണെങ്കിൽ അവിടെയും പുതിയ DCC പ്രസിഡന്റ് വരും. എന്നാൽ ഏറ്റവും നല്ല DCC അധ്യക്ഷൻ എന്ന അവാർഡ് നേടിയെടുത്ത PV ജോയിയെ ഉടൻ മാറ്റില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും DCC അധ്യക്ഷൻ സ്ഥാനങ്ങൾ മാറ്റുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പുനഃസംഘടന പൂർണ്ണമായി ക്രമീകരിക്കപ്പെടും എന്ന് വേണം നമുക്ക് പറയാൻ. അടിമുടി അഴിച്ചുപണി ഉണ്ടാകുമെന്നതാണ് ഇത് നമുക്ക് നൽകുന്ന സൂചന. ഏതായാലും ഇത്രയും കാലമായി കാത്തിരിക്കുന്ന ഒരു മാറ്റമാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത്. സുധാകരനെ പ്രവർത്തക സമിതിയിൽ എടുത്തുകൊണ്ട് ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കിക്കൊണ്ട് പുതിയ DCC പ്രസിഡന്റ് പുത്തൻ ഉണർവോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ ഈ പ്രസിഡന്റ് ആവുന്നതിൽ അടൂർ പ്രകാശിൻ്റെ പേരായിരുന്നു ആദ്യം മുൻതൂക്കമുണ്ടായിരുന്നത്. എന്നാൽ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കടുത്ത എതിർപ്പ് അറിയിക്കുകയും VM സുധീരൻ മുല്ലപ്പള്ളിയും ഒരു ബാർ മുതലാളി KPCC അധ്യക്ഷനാവരുന്ന് കത്തെഴുതുകയും ചെയ്തതോടെയാണ് അടൂർ പ്രകാശിന് സാധ്യത ഇല്ലാതായത്. ബെന്നി ബെഹനാവട്ടെ പാർട്ടി പൂർണ്ണമായി പിന്തുണച്ചെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ക്രിസ്ത്യൻ യാക്കോബൈറ്റ് വിഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധി എന്ന നിലയിൽ ക്രിസ്ത്യൻ സമുദായം കത്തോലിക്ക ബിഷപ്പുകാർ പിന്തുണക്കത്താണ് ബെന്നി ബെഹാന് വിനയായത്. ഏതായാലും കോൺഗ്രസിലെ കോൺഗ്രസ് പുതിയൊരു സംഘടനാ സംവിധാനത്തിലേക്ക് ഉടൻ തന്നെ വരുന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക ലക്ഷ്മി. കേരളത്തിൽ കോൺഗ്രസ് അടിമുടി അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.